ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് റാഡുമ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ് എത്തിയാറുണ്ട്. തന്നെയല്ല നമുക്ക് ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കമ്പനി ലൈനറൊന്നുമല്ല, ഒറിജിനലൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്, ചാത്ത സാധനമാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയേക്കണമെന്ന് നമുക്കത് മാറ്റിയിടണമെന്ന് സേഫ് കിട്ടും. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം. കാരണം മഴയൊക്കെയാണ് തന്നെ, അപ്പോൾ നമുക്കത് ടൈറ്റ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് നമുക്ക് ഗ്രീസിങ് നടത്തി കയറ്റാം. പിന്നെ ആ കുറഞ്ഞ ഐറ്റം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമില്ല, ഈ കപ്പിനകത്ത് സ്ക്രാച്ച് വന്നിട്ട് ഇതേപോലെ സ്ക്രാച്ച് വന്ന് വരും. ഇത് നമുക്ക് ശരിക്കും വന്നേക്കുന്നത് ഇപ്പോൾ തൽക്കാലം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വാട്ടർ പേപ്പറൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് കമ്പനി ബ്രേക്ക് ലൈനർ ഇടാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ബ്രേക്കിംഗ് കംഫർട്ടായിട്ട് കിട്ടും. അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനും നോക്കുമ്പോൾ ടയർ മോശമായിട്ടുണ്ടോ, കാരണം സെൻറ്ററിലൊന്നും പിടുത്തമില്ല, സൈഡിലെ കട്ട നോക്കിയിട്ട് കാര്യമില്ല, സെൻറ്ററിൽ പിടുത്തം കുറവാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വണ്ടി ഓടിക്കുമ്പോഴേ. പിന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററുകൾ തെളിയുന്നില്ല, ബൾബുകളുടെ കംപ്ലൈൻ്റ് ആണ്. നമുക്കൊന്ന് അഴിച്ച് ബൾബൊന്ന് ചേഞ്ച് ചെയ്തിടേണ്ടി വരും. പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തവണയൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നെക്സ്റ്റ് സർവീസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയിൻ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചെയിൻ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ. അതേപോലെ തന്നെ ഫുഡ് ട്രസ്റ്റ്, ഈ ഫുഡ് ട്രസ്റ്റ് കുഴപ്പമില്ല, കമ്പനിയായിട്ടൊന്നുമല്ല, ഇതൊക്കെ കുറഞ്ഞതാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ഫുഡ് ട്രസ്റ്റ് ഇല്ല, അപ്പോൾ അത് പിടിപ്പിക്കണമെന്നൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ എസ്റ്റിമേറ്റഡ് അതിനകത്ത് ഞാൻ പെടുത്തി പറയാം, എസ്റ്റിമേറ്റിൽ കൂടി പെടുത്തി പറയാം, നോക്കിയിട്ടപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇത് ഇവിടെ കണ്ടാൽ ബെൻഡായിട്ടിരിക്കണം, അതായത് വളഞ്ഞിട്ടിരിക്കണം, അതുകൊണ്ട് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കില്ല, അത് ഒന്നാമത്. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഓടിയാവുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കണം കേട്ടോ സംഭവം. അപ്പോൾ അത് ചേഞ്ച് ചെയ്തതാണ് ഏറ്റവും സേഫ്. അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് തന്നെ പറഞ്ഞു നല്ലെന്തെങ്കിലും പൊട്ട ഓടിയൊക്കെ ചെയ്ത് അതേ കൂടുതൽ പൈസ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിലവ് വരും. പിന്നെ ഇപ്പോൾ മഴയൊക്കെ നനഞ്ഞിരിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചെരിവ് കൂടുതലാണെങ്കിൽ അപ്പോൾ താഴ്ന്ന മണ്ണിലേക്ക് താഴ്ന്നു പോയിട്ട് മറിഞ്ഞു വീഴുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയും വന്നേക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമായിട്ടുണ്ടാവും. അതുകൊണ്ട് പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സൈഡൊക്കെ കീറിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗൊന്നും മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ മൈലേജ് ഷോട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കമ്പനി എയർ ഫിൽറ്റർ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്റർ കിടക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ആ റബ്ബറിൻ്റെ ഓറിങ് അതിൻ്റെ ഉള്ളിൽ വന്നാണ് അതിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുള്ളൂ പോകുന്നതോറും. പിന്നെ എഞ്ചിൻ ഗാർഡ് അതിൻ്റെ അടിയിൽ വന്നാൽ തകിട് മൊത്തം ദ്രവിച്ചു പോയിട്ടുണ്ട്. അതൊന്നും മാറ്റിയിടാമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ അടിയിലേക്ക് വലിയ കാര്യമായിട്ടുള്ള ചെളി കാര്യങ്ങൾ കയറില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞതെന്ന് വെച്ചാൽ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചു നോക്കുമ്പോഴേ ഈ ഫ്ലോട്ടിൻ്റെ വാൽവിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ജാമായി പോകുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം കറക്റ്റായിട്ട് പെട്രോളിനകത്തേക്ക് ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷൻ വരും. തന്നെയല്ല ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഓവർഫ്ലോറിൻ്റെ സാധ്യതയും വണ്ടിക്ക് നിലവിൽ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ആ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കണത് ഓൾറെഡി. അപ്പോൾ അതൊന്ന് കാർബറേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്ലോട്ടിൻ്റെ ഈ വാൽവ്, ഇതിൻ്റെ ഉള്ളിലൊരു വാൽവ് വരുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ആ ഫ്ലോട്ടിൻ്റെ വാൽവ് വെച്ചിട്ടാണ് അത് നമുക്ക് അതിന് ആവശ്യമുള്ള പെട്രോൾ അതിനകത്തേക്ക് വന്ന് നിറഞ്ഞ് കഴിയുമ്പോൾ ബ്ലോക്ക് ആവണത്, ലോക്ക് ചെയ്യണത്. ഇതിൻ്റെ സൈഡൊക്കെ കയറി പിടിക്കണത് കൊണ്ടാണ് ഈ മിസ്റ്റേക്ക്. ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളായാലും അത്യാവശ്യം ആ നീഡിൽ വന്ന് അടയണ ഭാഗത്തെ സീറ്റിംഗ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. 100% അത് വരില്ല എന്നൊരു ഉറപ്പ് പറയാവുന്ന കണ്ടീഷനുള്ള കാർബറേറ്ററിൻ്റെ അവസ്ഥയല്ലത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്നുള്ള ദിവസം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് പാഡ് ഫുള്ള് തീർന്നില്ല. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് സാധനം കൂടെ ഉള്ളൂ, അത് കയറി കഴിഞ്ഞപ്പോൾ ഡിസ്ക് പ്ലേറ്റുമേക്ക് പിടിച്ചോളും. അപ്പോൾ അതിന് നല്ലത് അവിടെ നമുക്ക് മാറ്റിയിടാം. പിന്നെ എയർ ഫിൽറ്റർ മാറ്റിയിടുന്ന കൂട്ടത്തിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിട്ട് കാർബറേറ്റർ ഒരുവിധം ക്ലീൻ ചെയ്തിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ ആവറേജ് മൈലേജ് ആവേണ്ടതാണ്. നോർമൽ സ്റ്റേജിൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടണതാണ്. ഇനി അതിനകത്ത് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡീകാർബണൈസിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് തൽക്കാലം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. തീരെ മൈലേജ് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് അഴിച്ച് കരി കുത്താം. അത് ഇപ്പോഴത്തെ സർവീസിലൊന്നും വേണ്ട.
ആദ്യം നോക്കുക, കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം വീണ്ടും റിപ്പീറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 4 ആമ്പിയർ തന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററി. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.56 വരെ കാണിക്കുന്നുണ്ട്. 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വാല്യൂസ് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വർക്കിംഗ് ആണെങ്കിലും കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലക്ഷണം കാണിക്കുന്നത് സെൽഫ് എടുക്കാത്ത പ്രശ്നമായിട്ടാണ്. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. കാരണം വെച്ചാൽ അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് മതി. ഈ സെൽഫ് മോട്ടറിന് കറക്റ്റ് ആംബിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടർ കറക്റ്റ് പെർഫോമൻസ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിച്ചിലോട് കൂടിയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ആദ്യം ഫീൽ ചെയ്യാം. ചില കേസിൽ ഒറ്റ കട്ട് ഓഫ് ആയിരിക്കും. അതായത് ബാറ്ററിയുടെ ഷെല്ല് പോകുന്നതിനനുസരിച്ചിട്ട് ഒന്നുമില്ലാത്തൊരു അണക്കില്ലാത്ത കണ്ടീഷനിലേക്ക് വരും. അങ്ങനെ 2 രീതിയിൽ പ്രശ്നങ്ങൾ കാണിച്ചേക്കാം. ഓയിൽ ഡേസ് നമ്മൾ നോക്കിയായിരുന്നു. ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവലൊക്കെ കറക്റ്റായിട്ടുണ്ട്. കളറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. കളർ നോക്കിയിട്ട് നമുക്ക് 100% ഓയിലിൻ്റെ വില എഴുതാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കളർ ചേഞ്ച് കാര്യമായിട്ട് വരില്ല. പിന്നെ ചില കേസിൽ പ്രോപ്പറായിട്ട് മാറ്റാത്ത കേസാണെങ്കിലും നമ്മളിപ്പോൾ ഓയിലിപ്പോൾ ഒരാഴ്ച മുമ്പ് ഒഴിച്ചുള്ള കേസാണെങ്കിലും ആ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറിലിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് 100% നമുക്ക് കളർ വെച്ചിട്ട് പറയാൻ പറ്റില്ല. കിലോമീറ്റർ ബേസിലാണ് നമുക്ക് മെയിൻ്റനൻസും ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ 3000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ടേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.